ഹായ് ഹലോ, ഞാൻ ഇതിൻ്റെ 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാക്കറ്റിനകത്ത് 2 പീസ് എല്ലാ മാഗിയും പൊടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, സവോള, തക്കാളി, പിന്നെ 4-5 മുട്ട. അപ്പോൾ നമുക്ക് ഈ പൊടിച്ച് വെച്ചേക്കുന്നത് ഒരു ചട്ടിയിലേക്ക്, ഒരു ചീന ചട്ടിയിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇച്ചിരി വേഗം വെക്കാം. അപ്പോഴേക്കും അടുത്ത ചട്ടിയിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് സവാള നമുക്ക് ബ്രൗൺ കളറാകുന്നവരെ വഴറ്റിയെടുക്കാം. അടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ് ഒക്കെ ഒന്നൊരു പകുതി നമുക്ക് വേവിച്ചെടുക്കാം. എന്നിട്ട് മാഗിയിലെ വെള്ളം വറ്റുമ്പോഴേക്കും മാഗി പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ സവോള വഴറ്റി വന്ന സവോളയിലേക്ക് തക്കാളി ഇട്ട് നമ്മൾ പകുതി വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കവും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അടുത്തൊരു ചീനച്ചട്ടി വെച്ചിട്ട് നമ്മൾ ഈ മുട്ട ഒന്ന് നല്ലോണം ചിക്കിയെടുക്കുക. എണ്ണയൊന്നും ഒഴിച്ചല്ല. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം. ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് ഈ സവാള നമ്മൾ വഴട്ടിയില്ലേ ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് റെഡിയാക്കി വെച്ചേക്കുന്ന മാഗിയിൽ ഈ വഴട്ടിയ സവാളയും മുട്ടയൊക്കെ കൂടെ ചേർത്ത് ഒന്ന് നല്ലോണം ഇളക്കിയെടുക്കുക. ഇങ്ങനെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി അത് കഴിച്ചു നോക്കി അഭിപ്രായം കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ? എപ്പടി ഹസ്ബൻഡിന് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഈ കുഞ്ഞു പാത്രത്തിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ട് പോവുകയാണ്. ഒരു മാഗി കൊതിച്ചിക്കാണ് കേട്ടോ. എൻ്റെ അമ്മയാണ്. കൊള്ളാമോ? അപ്പോൾ ഇതുവരെ മാഗി ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായും ഉണ്ടാക്കി കഴിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.